ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഏവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഇൻട്രോ വീഡിയോ ഒന്നും അധികമായിട്ട് ബമ്പാക്കണില്ല. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നുള്ളത് പൾസർ 150 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു വണ്ടി സെക്കൻഡ്സ് എടുത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ട് ആകെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സമാധാനമായിട്ട് ഹൈവേ കൂടെ അങ്ങനെ കാച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇടങ്ങാറാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടീൻ്റെ എൻജിനൊക്കെ ഒരു 80% അടിച്ചു പോയിക്കൊണ്ടെന്ന് തന്നെ പറയാം. വണ്ടി ഇങ്ങനെ ഓടുന്നുണ്ടെന്നുള്ളൂ. എപ്പോഴാണ് നിൽക്കുക, എവിടെ നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വർക്ക്ഷോപ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനല്ല എൻ്റെ ഫ്രണ്ട് വർക്ക്ഷോപ്പ് കൊണ്ടുവരുന്നൊരു വണ്ടി. അപ്പോൾ കൊണ്ടുപോയപ്പോൾ പറയണത് 11,000 രൂപയുടെ പണിയുണ്ട്, ഇനി അഴിച്ചു നോക്കണം, ഇനി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ എഴുതിയിട്ട് തന്നിക്കണു മച്ചാൻ. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാനുണ്ടായ കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വണ്ടി നമ്മൾ OLX കണ്ടപ്പോൾ എടുത്തതാണ്. ചെറിയ റേറ്റ് ആയപ്പോൾ നമ്മളതിനെ എടുത്തതാണ് കേട്ടോ വണ്ടി. ഇപ്പോൾ സിംഗിൾ ഓണറാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പൾസർ 2015 മോഡൽ, 2016 രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എടുക്കുന്ന ടൈം അല്ല, ഇവിടുന്ന് അങ്ങോട്ട് കോൾ ചെയ്തപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി കണ്ടീഷനാണ്, ചെയിൻ്റെ ചെറിയ കംപ്ലൈൻ്റ് ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായി വണ്ടി കാണാൻ പോയപ്പോൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ടക്ക് 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 എന്നൊരു അടിയുണ്ട്. അപ്പോൾ മനസ്സിലായി ടൈമിങ് ചെയിൻ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ടൈമിങ് ചെയിൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചോദിച്ചു. അപ്പോൾ അത് ചെറിയൊരു പണിയുള്ളൂ, എനിക്ക് ഈ ടൈമിങ് ചെയിൻ മാറാൻ എത്ര ആവുമെന്ന് എനിക്കറിയില്ല. ഏകദേശം 10-600 രൂപയാവുമെന്നാണ് ആ വ്യക്തിനോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ടൈമിങ് ചെയിൻ മാറാൻ 600 പോരാ, എങ്ങനെ പോലെ 12,000 രൂപേൻ്റെ ഒക്കെ അടുത്താവൂലേ, എൻജിനൊക്കെ അഴിച്ചിട്ട് വേണ്ടേ ചെയ്യാനെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത്രയൊന്നും ഇല്ല, നമുക്ക് എന്താ പറയുക 600 രൂപയ്ക്ക് ചെയ്യാനുള്ളൂ, ഒരു വർക്ക്ഷോപ്പ് കാണിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ എന്നോട് പറഞ്ഞ് ഞാനത് വിശ്വസിച്ച് പിന്നെ ഞാൻ ബൈക്ക് ഓടിച്ച് നോക്കുന്ന ടൈമിൽ വണ്ടി സ്ലോ ആയിട്ട് ഓടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, സമാധാനമായിട്ട് കയറിപ്പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റയടിക്ക് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക പകുതി RPM ഒക്കെ കയറിയിട്ട് വണ്ടി ഇങ്ങനെ ഒരു സ്റ്റക്ക് ആവണ ലെവല്, ബാക്കിൽ നിന്ന് ആരെ പിടിച്ച് വലിക്കണ പോലെ ഒരു ലാഗ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് അങ്ങനെ ടൈമിങ് ചെയിൻ മാറാൻ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല, 600 രൂപ കൊടുത്താൽ ചേഞ്ച് ചെയ്ത് തരും, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു വണ്ടിക്ക് ഇത് മാത്രമല്ല കംപ്ലൈൻറ്റ്, കുറച്ച് കംപ്ലൈൻറ്റ്സൊക്കെ അധികം ഉണ്ട്. പക്ഷേ ഞാൻ വന്നതല്ലേ, പിന്നെ എന്താ പറയുക ഒരു എടുക്കാമെന്ന് ഞാൻ വാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വണ്ടി ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രൈസിന് എടുക്കാം, പക്ഷേ എനിക്കിതിന് ചെക്കിങ് ഗ്യാരണ്ടി വേണം. അതായത് നമ്മളെന്തെങ്കിലുമൊക്കെ ഈ ഒരു വണ്ടിക്ക് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ പോയിട്ട് നാട്ടിൽ നിന്ന് ചെക്ക് ചെയ്യാന്നുള്ള ലെവലിലായിരുന്നു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞ പോലെ 600 രൂപേൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ തീർക്കും. ഒരു 600 രൂപ, 1000 രൂപ, 1500 രൂപ, 2000 ആയാലും നമുക്ക് പ്രശ്നമില്ല. കാരണം നല്ലൊരു കണ്ടീഷനിൽ സിംഗിൾ ഓണർ വണ്ടി കിട്ടുമല്ലേ എന്നുള്ള ലെവലിൽ ബോഡി കുഴപ്പമൊന്നുമില്ല, ബോഡിയിൽ അധികം ഡെൻറ്റസും കാര്യങ്ങളോ സ്ക്രാച്ചൊന്നും ഇല്ല. അങ്ങനെ ഒരു ലെവലിലാണ് ഞാൻ ഈ ഒരു വണ്ടി എടുക്കാൻ കാരണമുണ്ടായി. എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യക്തിനോട്, വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ചെക്കിങ് ഗ്യാരണ്ടിയും കാര്യങ്ങളും വേണം. അപ്പോൾ അയാൾ മാന്യനായൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ ചെക്കിങ് ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്, അപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് ആണ് ഇതിനുള്ളത്, ഇനി ഇതിലും വലിയ എന്തെങ്കിലും കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ ചെയ്തോളി, നമ്മൾ ക്യാഷ് ബാക്ക് ചെയ്യുമെന്ന് അവർ എനിക്ക് പ്രോമിസ് തന്ന്. ഓക്കെ, ആളൊരു നല്ലൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ചെക്കിങ് ഗ്യാരണ്ടി വേണമെന്ന്. വണ്ടി എടുത്ത് തിരിച്ച് നാട്ടിൽ പോരുമ്പോൾ അവിടുന്ന് എടുക്കുമ്പോൾ വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഹൈവേയിൽ ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് ഒരു 19 കിലോമീറ്റർ ആ ഒരു പ്ലേസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഉണ്ട്. അപ്പോൾ ഒരു 10-30 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഓടിക്കാന്നുള്ള ലെവലിൽ കുറച്ച് സ്പീഡ് കൂട്ടുമ്പോൾ വണ്ടി ഫുള്ള് ലാഗാണ്. അതായത് ഒരു ടർബോ എന്തൊക്കെ അടിച്ച് കയറുന്ന സൗണ്ടൊക്കെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരിക. ടർബോ അല്ല, സൈലൻസർ ഫുള്ള് നല്ല വോയിസാണ് സൈലൻസറിൻ്റെ വശത്തുനിന്ന് വരുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി വയറ് കാളൽ തുടങ്ങി, ഇത് കംപ്ലൈൻറ്റ് ചെറുതല്ല, വലിയ പണിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് നാട്ടിലെത്തി, സേഫായിട്ട് എത്തി. ഞാൻ നേരെ വർക്ക്ഷോപ്പിൽ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ ഞാൻ കയറ്റിയിട്ട് അവൻ ചോദിപ്പിച്ചു എത്ര ആവും എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞത് ടൈമിങ് ചെയിൻ മാറാൻ തന്നെ 10,000 രൂപേൻ്റെ അടുത്ത് ആവും, അതിൻ്റെ ഉള്ളിൽ വേറെയും സംഭവങ്ങൾ കുറച്ച് മാറാനൊക്കെ ഉണ്ട്, പിന്നെ ഷോക്കപ്പ് അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ ഒരു 11,000-12,000 രൂപേൻ്റെ പണി ഇപ്പോൾ നിലവിലുണ്ട്. എൻജിൻ്റെ കാര്യങ്ങൾ മൊത്തമായിട്ട് മാറ്റേണ്ടി വരും, കാരണം ഉള്ളിലത്തെ ഫുള്ള് ബൈക്കിന് ടൈമിങ് ചെയിൻ മാത്രമല്ല വേറെ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞ്. പിന്നെ 2 സസ്പെൻഷൻ മാറണം, ഫ്രണ്ടത്തെ മാറണം, പിന്നെ അങ്ങനത്തെ 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാവും പറഞ്ഞ് ലിസ്റ്റ് എഴുതി തന്ന് 10,000-11,000 രൂപയുടെ പണിയുണ്ട് കാരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൾസറിന് എങ്ങനെ ഇത്രമാത്രം പണി, കാരണം ഒരു ആൾട്ടോ കാർ റെഡിയാക്കാനും കൂടി ഇത്രയും ചാർജ് വേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ച്.
ഞാനും പോയേക്കുമ്പോൾ ഇതൊക്കെ തന്നെ ലിസ്റ്റൊക്കെ എഴുതിയെടുത്ത് കൊടുക്കും, ഇത്രയും സാധനങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അത് അഴിച്ച് കഴിഞ്ഞാൽ ഇനി അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാനത് തള്ളില്ല, 10-11 ഉറുപ്പിക പണി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. അപ്പോൾ അവിടുന്ന് വർക്ക്ഷോപ്പത്തെ ആളെന്നെ പറഞ്ഞു, എന്ത് ചെയ്തളാ, ഈ ഒരു വണ്ടി എടുത്തോടെ തന്നെ തിരിച്ച് കൊണ്ടേ കൊടുത്തോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് റിട്ടേൺ ചെയ്യാനായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ബുദ്ധിമോശമൊന്നും കാണിച്ചിട്ടില്ല. വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ്, വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിത് ഇത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും കംപ്ലയിൻസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ചെക്കിങ് ഗ്യാരണ്ടി വേണമെന്ന്. ചെക്കിങ് ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ കേച്ചിലായി. കാരണം എന്താ വെച്ചാൽ അത് മാത്രമല്ല, ആ വ്യക്തി നല്ലൊരു പേഴ്സണായിരുന്നു. അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിയാണ്, നല്ല കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ റിട്ടേൺ ചെയ്തോളി, നമ്മൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റിട്ടേൺ എടുക്കുക, ക്യാഷ് ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മളിത് പേരിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പേരിലാക്കാനൊക്കെ ടൈം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ചെക്ക് ചെയ്യേണ്ട വണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ നോയ്സ് കേട്ടോളി. വണ്ടി ഉണ്ടല്ലേ ഒറ്റയടിക്ക് കാണാനൊക്കെ കുട്ടപ്പനാണ്. പക്ഷേ ഞാൻ വണ്ടീൻ്റെ ലുക്ക് മാത്രമല്ല എൻജിൻ നോക്കിയിട്ട് തന്നെ വണ്ടി എടുക്കാറുള്ളൂ. ഇതിന് മുന്നേ ഒരുപാട് വണ്ടികളൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു പൾസറിന് സാധാരണ ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ, ബോഡി കിലിങ്ങണ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ടൈമിംഗ് ചെയിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാവുന്ന പ്രശ്നം തന്നെയുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ടൈമിംഗ് ചെയിൻ മാത്രമല്ല, എഞ്ചിൻ്റെ ഉള്ളിൽ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കണം. അപ്പോൾ അവൻ പറഞ്ഞത് ഏറിപ്പോയ 2000-2500 കിലോമീറ്റർ വരെയാണ് ഈ ഒരു വണ്ടി ഓടുള്ളൂ. വർക്ക്ഷോപ്പ് ചോദിച്ചപ്പോൾ 2500 കിലോമീറ്റർ വരെയാണ് ഈ ഒരു വണ്ടി ഓടുള്ളൂ. വണ്ടി 2500-ന്റെ മേലെ ഓടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കും, ഓടുന്നത് വരെ ഓടും, അത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, വണ്ടി റിട്ടേൺ ചെയ്യാന്നുള്ളത് മനസ്സിലായി. കാരണം വെച്ചാൽ ഇത് എനിക്ക് വെറുത്തായിരിക്കില്ല. കാരണം ഞാൻ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 10-26,000 രൂപ ഈ ഒരു വണ്ടിക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഒരു 10-2000 രൂപേൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഒരു 28,000 രൂപയ്ക്ക് നല്ലൊരു പൾസർ ആയില്ലേ എന്നുള്ള ലെവലാണ് നമ്മളെടുത്തത്. ബട്ട് അത് നമ്മളെ പ്ലാന് പോലെ ആയില്ല, മൂഞ്ചിപ്പോയി. സോ നമ്മളെന്ത് ചെയ്ത് ഈ ഒരു വണ്ടി റിട്ടേൺ കൊണ്ടുകൊടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ സെക്കൻഡ്സ് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള വർക്ക്ഷോപ്പിലൊന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളത് ഓടിച്ച ടൈമിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഈ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കംപ്ലയിൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ടൈമിംഗ് ചെയിൻ്റെ മാത്രമാണ് എന്താണ് പറയുക, ഒരു 12,000 രൂപ കൊടുത്താൽ റെഡി ആവുന്ന ലെവലിലാണ് നോക്കിയത്. ബട്ട് അത് മാത്രമല്ല, എഞ്ചിൻ്റെ ഉള്ള പല കംപ്ലയിൻസും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര ലാഗാണ്. ഹൈവേ കയറി കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ കുറച്ചാൽ കൊടുക്കണില്ലെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെ ആ സ്പീഡിൽ പോവും. ഒറ്റയടിക്ക് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ ലാഗായി പോവും. അതേപോലെ തന്നെ ഒരു ഭൂന്നുള്ള സൗണ്ട് സൈലൻസറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൾസറൊക്കെ ഇതേപോലെ പൾസർ ബജാജിൻ്റെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന് എത്രമാത്രം കംപ്ലയിൻ്റ് എന്നൊക്കെ നോക്കിയെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ പണിയൊക്കെ ഒരു 10-11,000 രൂപയുടെ പണിയൊക്കെ വന്നിക്കുകയാണെങ്കിൽ 11,000 രൂപ 10,000 രൂപേൻ്റെ പണിയൊക്കെ വന്നിക്കുകയാണെങ്കിൽ ഈ ഒരു 11,000 രൂപ കൊടുത്തതിനാൽ നല്ല ഗുഡ് കണ്ടീഷനായി കിട്ടും ഈ ഒരു വണ്ടി. ബട്ട് നമുക്ക് ആ ഒരു പ്രൈസ്, നമ്മൾ എടുത്ത പ്രൈസും പിന്നെ ഒരു 10,000 കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു പൾസർ 2015 വാങ്ങണതിന് നല്ലത് നമ്മൾക്ക് 2019 വണ്ടി കിട്ടും. അത്രയും ക്യാഷ് നമ്മളതിന്മേൽ പൊട്ടിക്കേണ്ടി വരും. അതൊരു ലോജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിയല്ല. പിന്നെ എല്ലാവർക്കും തോന്നും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കംപ്ലയിൻസ് ഉള്ള വണ്ടി പോയിട്ട് എടുക്കാമെന്നത് നോക്കിയെടുക്കാറുന്നില്ല എന്നൊക്കെ. ബട്ട് നമ്മൾ ഫസ്റ്റ് ഓടിച്ചപ്പോൾ നമുക്ക് ഇതൊന്നും ഫീലായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെക്കിങ് ഗ്യാരണ്ടിയും കാര്യങ്ങളും പറഞ്ഞായിരുന്നത്. എനിക്കറിയാമായിരുന്നു ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഓടിക്കുന്ന പോലെയല്ല, കുറച്ച് കിലോമീറ്റേഴ്സ് അധികം ഓടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം എന്നുള്ളത്. അപ്പോൾ പകുതി വഴിക്ക് തന്നെ എൻ്റെ വയറ് കാളൽ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഓരോ പണികൾ എനിക്ക് ഫീൽ ചെയ്യല്ലോ. എനിക്ക് മനസ്സിലായി എഞ്ചിന് കംപ്ലയിൻ്റ് ഉണ്ട്. അത് പക്ഷേ പകുതി വഴിയിൽ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് ചെറിയൊരു 5,000 രൂപേൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഞാനിത് നേരാക്കി എടുത്തായിരുന്നു. ബട്ട് 5,000 നിന്നില്ല, 10,000 11,000 ലിസ്റ്റ് ഇട്ടു. ഇനി അവർ പറയണത് ഇതിൻ്റെ മേലെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഗുഡ് കണ്ടീഷൻ, പെർഫെക്റ്റ് കണ്ടീഷൻ ആവാൻ ഈ ഒരു പ്രൈസ് ആവും. കാരണം സസ്പെൻഷൻ ഇതൊക്കെ മാറ്റണം. പിന്നെ ടയർ ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അത് ചില ബൈക്കുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് പ്രശ്നം എന്താ വെച്ചാൽ ടയർ അങ്ങനെ ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ മൊതുവിനൊക്കെ നല്ല വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. വണ്ടി അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇട്ടില്ല. പിന്നെ ഈ ഒരു വണ്ടിക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഷോക്കാണ്, മൊത്തത്തിൽ മാറ്റണം. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൈസ് റേഞ്ച് ആവും. സോ നിങ്ങൾ ഇങ്ങനത്തെ പൾസർ സെക്കൻഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ 8ൻ്റെ പണി കിട്ടും. ഇപ്പം ഞാൻ ഈ ചെക്കിങ് ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് ആ ക്യാഷ് തിരിച്ച് കിട്ടി. ഈ ഒരു വണ്ടി കൊടുത്തതിന് ശേഷം, ക്യാഷ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്.
ചെയ്തത്. അപ്പോൾ ഞാൻ കൊടുത്ത ക്യാഷ് എനിക്ക് തിരിച്ച് കിട്ടി. കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് അതായത് ഒരു 500 രൂപേൻ്റെ ഉള്ള നഷ്ടങ്ങൾ ഉണ്ടായുള്ളൂ, വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ നമ്മൾ ഡെയിലി വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്രയും ക്യാഷ് പോകുന്നുള്ള ലെവലേ ഞാൻ എടുത്തുള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് എടുത്തില്ല. സോ നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല ശ്രദ്ധിച്ച് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ 8ൻ്റെ പണി കിട്ടും. അതും നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ ആ ക്യാഷ് കൊണ്ട് മുങ്ങാനും ചാൻസ് ഉണ്ട്. ബട്ട് നമ്മളെ ഈ ഒരു ഡീലർ എന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് ചെയ്ത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. വേറെ ആർക്കെങ്കിലും പോയി പെട്ടിക്കുകയാണെങ്കിൽ എൻ്റെ ക്യാഷ് മുഴുവൻ പോയായിരുന്നു. സോ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവണം. അതല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ പൾസർ എടുക്കാൻ പ്ലാനുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.